IP അഡ്രസ്സ്. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്കിലുള്ള ഇൻ്റർനെറ്റിലുള്ള എല്ലാ ഹോസ്റ്റിനും റൗട്ടറിനും എന്തുണ്ടായിരിക്കും? ഒരു IP അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഇറ്റ് വിൽ എൻകോഡ് ഇറ്റ്സ് നെറ്റ്വർക്ക് നമ്പർ ആൻഡ് ഹോസ്റ്റ് നമ്പർ. നമ്മുടെ നെറ്റ്വർക്ക് നമ്പറിനെയും ഹോസ്റ്റ് നമ്പറിനെയാണ് അത് എൻകോഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് IP അഡ്രസ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു യുണീക്ക് IP അഡ്രസ്സ് ആയിരിക്കും. ആൻഡ് നോട്ട് ടു മെഷീൻസ് ഓൺ ദ ഇൻ്റർനെറ്റ് ഹാവ് ദ സെയിം IP അഡ്രസ്സ്. അപ്പോൾ സെയിം IP അഡ്രസ്സ് ഉണ്ടാവത്തില്ല. ആൻഡ് ഓൾസോ ഓൾ IP അഡ്രസ്സ് ആർ 32 ബിറ്റ്സ് ലോങ് ആയിരിക്കും ആൻഡ് ആർ യൂസ്ഡ് ഇൻ ദ സോഴ്സ് അഡ്രസ് ആൻഡ് ഡെസ്റ്റിനേഷൻ അഡ്രസ് ഫീൽഡ്സ് ഓഫ് IP പാക്കറ്റ്സ്. അപ്പോൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? IP പാക്കറ്റ്സിലെ സോഴ്സ് അഡ്രസ് ഫീൽഡും ഉണ്ട്, ഡെസ്റ്റിനേഷൻ അഡ്രസ് ഫീൽഡും ഉണ്ട്. അവിടെയായിരിക്കും നമ്മൾ IP അഡ്രസ് പാക്കറ്റ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് ആൻ IP അഡ്രസ് ഡസ് നോട്ട് ആക്ച്വലി റെഫർ ടു എ ഹോസ്റ്റ്. അപ്പോൾ നമ്മുടെ ഹോസ്റ്റിനെ റെഫർ ചെയ്യുന്നതല്ല IP അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇറ്റ് റിയലി റെഫേഴ്സ് ടു എ നെറ്റ്വർക്ക് ഇൻ്റർഫേസ്. ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസിനെയാണ് അത് റെഫർ ചെയ്യുന്നത്. സോ ഇഫ് എ ഹോസ്റ്റ് ഈസ് ഓൺ 2 നെറ്റ്വർക്ക്സ് ഇറ്റ് മസ്റ്റ് ഹാവ് 2 IP അഡ്രസ്സസ്. അപ്പോൾ ഒരു ഹോസ്റ്റിന് 2 നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അതിന് 2 IP അഡ്രസ്സ് ഉണ്ടായിരിക്കും. പക്ഷേ നോർമലി പ്രാക്ടിക്കലി നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഹോസ്റ്റിന് ഒരു നെറ്റ്വർക്കേ ഉണ്ടായിരിക്കത്തുള്ളൂ. സോ ഇറ്റ് വിൽ ഹാവ് ഓൺലി 1 IP അഡ്രസ്സ്. IP addresses were divided into 5 categories. This allocation was called classful addressing. അപ്പോൾ IP അഡ്രസ്സിന് നമ്മൾ 5 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ അലോക്കേഷനെ നമ്മൾ ക്ലാസ്ഫുൾ അഡ്രസ്സിംഗ് എന്ന് പറയും. ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C, D and E. ഓക്കെ, ക്ലാസ് A ranges from 1 to 127, 1.0.0.0 to 127.255.255.255. അതുപോലെ ക്ലാസ് B ranges from 128 to 191. Class C ranges from 192 to 223 and Class D ranges from 224 to 239 and Class E ranges from 240 to 255. ഇത് ഈ റേഞ്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓരോ ക്ലാസ്സിൻ്റെയും റേഞ്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി അങ്ങോട്ട് സബ്നെറ്റിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കും ഇത് ആവശ്യമായിട്ടുണ്ട്. Network numbers are managed by a non-profit corporation called ICANN to avoid conflicts. അപ്പോൾ ഒരു ICANN എന്ന് പറയുന്ന ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു കോർപ്പറേഷൻ ആണ് നമ്മുടെ ഈ നെറ്റ്വർക്ക് നമ്പേഴ്സിനെ മാനേജ് ചെയ്യുന്നത് ഫോർ അവോയ്ഡിങ് conflicts. And network addresses which are 32 bits numbers are usually written in dotted decimal notation. ഇപ്പോൾ കണ്ടല്ലോ, ഡോട്ടഡ് ഡെസിമൽ നൊട്ടേഷനിലായിരിക്കും നമ്മൾ ഈ നെറ്റ്വർക്ക് അഡ്രസ്സസിനെ എഴുതുന്നത്. ദേ ആർ 32 ബിറ്റ് നമ്പേഴ്സ് ആയിരിക്കും. ഇൻ ദിസ് ഫോർമാറ്റ് ഈച്ച് ഓഫ് ദ 4 bytes ഈസ് റിട്ടേൺ ഇൻ ഡെസിമൽ ഫ്രം 0 to 255. ഓരോ 4 bytesനെയും നമ്മൾ ഡെസിമലായിട്ട് എഴുതും. റേഞ്ചസ് ഫ്രം 0 to 255. ഫോർ എക്സാമ്പിൾ ദ 32 ബിറ്റ് ഹെക്സാഡെസിമൽ അഡ്രസ് ഈസ് 0290614 ഈസ് റിട്ടേൺ ആസ് 192.41.6.20. അപ്പോൾ ഇതുപോലെ നമുക്ക് IP അഡ്രസ്സ് എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ഹെക്സാഡെസിമൽ അഡ്രസ്സിന് എക്സാമ്പിളാണ്. 32 ബിറ്റ് ഹെക്സാഡെസിമൽ അഡ്രസ്സിൻ്റെ IP അഡ്രസ്സാണ്. ആൻഡ് ദ ലോവസ്റ്റ് IP അഡ്രസ് ഈസ് 0.0.0.0 ആൻഡ് ദ ഹയസ്റ്റ് ഈസ് 255.255.255.255. The values 0 and 1, that is all ones have special meanings. Value 0, full 0 എന്ന് പറഞ്ഞാൽ ദിസ് നെറ്റ്വർക്ക്, അതായത് ദിസ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ദിസ് ഹോസ്റ്റ് എന്നതിനെ ഡിനോട്ട് ചെയ്യാനാണ് ഫുൾ സീറോസ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് വാല്യൂ 1 എന്ന് പറഞ്ഞാൽ, ഫുൾ 1 എന്ന് പറഞ്ഞാൽ ഈസ് യൂസ്ഡ് ആസ് എ ബ്രോഡ്കാസ്റ്റ് അഡ്രസ് ടു മീൻ ആൾ ഹോസ്റ്റ് ഓൺ ദ ഇൻഡിക്കേറ്റഡ് നെറ്റ്വർക്ക്. അപ്പോൾ ഓൾ 1 ആണെങ്കിൽ ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സും ഓൾ 0 ആണെങ്കിൽ ഹോസ്റ്റും ആയിരിക്കും. അപ്പോൾ ഓൾ 0 ഇതാണ് ദിസ് ഹോസ്റ്റ്, അതായത് 32 ബിറ്റ്സും 0 ആയിരിക്കും ഇവിടെ, അത് ദിസ് ഹോസ്റ്റ്. അപ്പോൾ ഒരു ഹോസ്റ്റ് ബിറ്റ്സും, അതായത് ഹോസ്റ്റ് ഓൺ ദിസ് നെറ്റ്വർക്കിൽ കുറച്ച് ഹോസ്റ്റ് ബിറ്റ്സും കാണും, ബാക്കി 0 ആയിരിക്കും. പിന്നെ ബ്രോഡ്കാസ്റ്റ് ഓൺ ദ ലോക്കൽ നെറ്റ്വർക്ക് ആകുമ്പോഴത്തേക്കും ഫുള്ളും 1 ആയിരിക്കും, 32 ബിറ്റ്സും 1 ആയിരിക്കും. പിന്നെ ബ്രോഡ്കാസ്റ്റ് ഓൺ ഡിസ്റ്റൻറ്റ് നെറ്റ്വർക്ക് ആകുമ്പോഴത്തേക്കും നെറ്റ്വർക്ക് ബിറ്റ്സ് ഉണ്ടായിരിക്കും, ബാക്കി 1 ആയിരിക്കും. ഇനി ലൂപ്പ് ബാക്ക് ആണെങ്കിൽ 127 ബിറ്റ്സ് ഉണ്ടായിരിക്കും, ബാക്കി എനിത്തിങ് എന്ത് വേണോ വരാം എന്നുള്ളതാണ്. ദീസ് ആർ ദ സ്പെഷ്യൽ IP അഡ്രസ്സസ്. ആൻഡ് ഇതിൽ
ഫുൾ 0 വരുന്നെങ്കിൽ ദിസ് ഹോസ്റ്റ് ആൻഡ് ഫുൾ 1 വരുന്നെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ഓൺ ദ ലോക്കൽ നെറ്റ്വർക്ക്. Classless addressing. Classless addressing uses a variable number of bits for the network and host portions of the address. അപ്പോൾ ക്ലാസ്ലെസ് അഡ്രസ്സിങ്ങിൽ ഒരു വേരിയബിൾ നമ്പർ ഓഫ് ബിറ്റ്സ് കാണും നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് ആൻഡ് അഡ്രസ് ഫോർ host portions are there. Subnets. All the hosts in a network must have the same network number. This property of IP addressing can cause problems as networks grow. അപ്പോൾ ഒരു നെറ്റ്വർക്കിലുള്ള എല്ലാ ഹോസ്റ്റിനും നമ്മൾ സെയിം നെറ്റ്വർക്ക് നമ്പർ കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ നെറ്റ്വർക്ക്സ് ഗ്രോ ആവുന്ന കേസിൽ ഒരുപാട് നെറ്റ്വർക്ക്സ് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടി, ദിസ് പ്രോപ്പർട്ടി ഓഫ് IP addressing will cause issues. This cause problems. The problem is the rule that a single class A, B or C address refers to one network. അപ്പോൾ ഈ ക്ലാസ് A, B, C എന്ന് പറയുന്നത് will refers to one network. It will be a issue. So as more and more organizations ran into this situation, a small change was made to the addressing system to deal with it. അപ്പോൾ ഒരുപാട് നെറ്റ്വർക്ക്സ് വരുംതോറും നമുക്ക് ഇങ്ങനെ സെയിം നെറ്റ്വർക്ക് നമ്പർ കൊടുത്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിന് സോൾവ് ചെയ്യാനായിട്ട് നമ്മളൊരു ചെറിയ ചേഞ്ച് ഈ അഡ്രസ്സിംഗ് സിസ്റ്റത്തിന് ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തും. The solution is to allow a network to be split into several parts for internal use but still act like a single network to the outside world. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്കിനെ ടു ബി സ്പ്ലിറ്റ് ഇൻ ടു സെവറൽ പാർട്സ് ഫോർ ഇൻറ്റേർണൽ യൂസ്. അപ്പോൾ ഇൻറ്റേർണലി നമ്മൾ ഒരുപാട് സെവറൽ പാർട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും, പക്ഷേ ആക്ട് ലൈക്ക് എ സിംഗിൾ നെറ്റ്വർക്ക് ടു ദ ഔട്ട്സൈഡ് വേൾഡ്. ഇൻറ്റേർണലി സെവറൽ നെറ്റ്വർക്ക്സ് ആയിരിക്കും, പക്ഷേ ഔട്ട്സൈഡ് വേൾഡിന് എങ്ങനെയായിരിക്കും, ഒരൊറ്റ സിംഗിൾ നെറ്റ്വർക്കായിട്ട് അത് ആക്ട് ചെയ്യും. അപ്പോൾ ഇതിനുള്ള സൊല്യൂഷനാണ് is to allow a network to be split into several parts for internal use but still act like a single network to the outside world. Subnet, a campus network consisting of LANs for various departments. ഇവിടെ എതർനെറ്റ് ആണ് നമ്മളിപ്പോൾ സബ്നെറ്റിംഗ് എന്ന് പറഞ്ഞ് റെഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു മെയിൻ റൂട്ടർ ഉണ്ടായിരിക്കും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ സബ്നെറ്റ് ഉണ്ടായിരിക്കും. Parts of the network, in this case Ethernets, are called subnets. When a packet comes into the main router, how does it know which subnet to give it to? അപ്പോൾ നമ്മളിവിടെ എതർനെറ്റിനെയാണ് സബ്നെറ്റ് ആയിട്ട് റെഫർ ചെയ്തിരിക്കുന്നത് ഈ എക്സാമ്പിളിൽ. അപ്പോൾ ഒരു പാക്കറ്റ് മെയിൻ റൂട്ടറിലോട്ട് ഒരു പാക്കറ്റ് വരുവാണ്. അപ്പോൾ ഇത് ഏത് സബ്നെറ്റിലോട്ടാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് എങ്ങനെ അറിയുമെന്ന് നോക്കാം. One way would be to have a table with 65,536 entries in the main router telling which router to use for each host on campus. അതായത് ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ പ്രൊവൈഡ് ചെയ്യണം, മൊത്തത്തിലുള്ള എൻട്രീസ്, റൗട്ടറിൻ്റെ എൻട്രീസ് വെച്ചിട്ട്. അതായത് മൊത്തത്തിലുള്ള എൻട്രീസ് എന്ന് പറയുമ്പോൾ അവിടെ 65,536 എൻട്രീസ് വരും. അപ്പോൾ അത്രയും എൻട്രീസ് വെച്ചിട്ട് ഒരു ടേബിൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. ഓരോ ഹോസ്റ്റിനും ഏത് സബ്നെറ്റാണ് യൂസ് ചെയ്യാനുള്ളതെന്നുള്ള എൻട്രീസ് ഉള്ള ഒരു ടേബിൾ പ്രൊവൈഡ് ചെയ്യണം. അതെന്ന് പറയുന്നത് ഇങ്ങനൊരു ഐഡിയ, അതായത് ഇത്രയും എൻട്രീസ് കൊടുത്തൊരു ഐഡിയ നമുക്കിപ്പോൾ പോസിബിൾ അല്ല, കാരണം അതൊരു വലിയ ടേബിൾ ആയിരിക്കും അല്ലേ. ഇറ്റ് വുഡ് റിക്വയർ എ വെരി ലാർജ് ടേബിൾ ഇൻ ദ മെയിൻ റൂട്ടർ ആൻഡ് എ ലോട്ട് ഓഫ് മാനുവൽ മെയിൻ്റനൻസ് ആസ് ഹോസ്റ്റ് വെയർ ആഡഡ് മൂഡ് ഓർ ടേക്കൺ ഔട്ട് ഓഫ് സർവീസ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട് മാനുവലായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു ഇഷ്യൂ ആണ്, അതൊരു പ്രോബ്ലം ആണ്. ആൻഡ് ഇൻസ്റ്റെഡ് എ ഡിഫറെൻറ്റ് സ്കീം വാസ് ഇൻവെൻറ്റഡ്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഒരു ഡിഫറെൻറ്റ് സ്കീമാണ് ഇൻവെൻറ്റ് ചെയ്തത്. Basically, instead of having a single class B address with 14 bits for the network number and 16 bits for the host number, some bits are taken away from the host number to create a subnet number. അപ്പോൾ നമ്മൾ നോർമലി ക്ലാസ് ബി അഡ്രസ്സസിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 14 ബിറ്റ്സ് നെറ്റ്വർക്ക് നമ്പറിനായിട്ടും 16 ബിറ്റ്സ് ഹോസ്റ്റ് നമ്പറിനായിട്ടുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോസ്റ്റ് നമ്പറിൽ നിന്ന് കുറച്ച് ബിറ്റ്സ് എടുത്ത് നമ്മൾ സബ്നെറ്റ് നമ്പർ ക്രിയേറ്റ് ചെയ്യും. എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ 35 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ നമ്മുടെ സബ്നെറ്റ് നമ്പറിന് വേണ്ടിയിട്ട് 6 ബിറ്റ് അതിന് യൂസ് ചെയ്യും. ആൻഡ് ഓൾസോ എ 10 ബിറ്റ് ഹോസ്റ്റ് നമ്പർ അലോസ് ഫോർ അപ് ടു 64 എതർനെറ്റ്. അതായത് 6 ബിറ്റ് സബ്നെറ്റ് നമ്പർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര എതർനെറ്റ് ക്രിയേറ്റ് ചെയ്യാം? 2⁻6 എതർനെറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതായത് 64 എതർനെറ്റ് അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. 6 ആണ് നമ്മുടെ സബ്നെറ്റ് നമ്പർ. അതായത് 2⁻6 സബ്നെറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈച്ച് വിത്ത് എ മാക്സിമം ഓഫ് 1022 ഹോസ്റ്റ്. അപ്പോൾ ഓരോന്നിനും എത്ര ഹോസ്റ്റ് ഉണ്ടായിരിക്കും? 1022 ഹോസ്റ്റ് ഉണ്ടായിരിക്കും.
ഇവിടെ 0യും 1ഉം അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ ഇതാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ 35 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ 6 ബിറ്റ് സബ്നെറ്റ് നമ്പർ നമ്മൾ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര സബ്നെറ്റ് യൂസ് ചെയ്യാം? സബ്നെറ്റ് ഉണ്ടായിരിക്കും 2�6 സബ്നെറ്റ് ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. To implement subnetting, the main router needs a subnet mask that indicates the split between network plus subnet number and host, which is shown in figure. നമുക്ക് സബ്നെറ്റിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ മെയിൻ റൂട്ടറിനൊരു സബ്നെറ്റ് മാസ്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ നെറ്റ്വർക്കും സബ്നെറ്റ് നമ്പറും ഹോസ്റ്റും തമ്മിലുള്ള ആ ഒരു സ്പ്ലിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സബ്നെറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നത്. ഈ ഫിഗറാണ് നമ്മുടെ ഒരു സബ്നെറ്റ് മാസ്കിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. ക്ലാസ് ബി നെറ്റ്വർക്കിൽ സബ്നെറ്റ് മാസ്കിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് സബ്നെറ്റഡ് ഇൻ ടു 64 സബ്നെറ്റ്സ്. ആൻഡ് സബ്നെറ്റ് മാസ്ക് ആർ ഓൾസോ റിട്ടേൺ ഇൻ ഡോട്ടഡ് ഡെസിമൽ നൊട്ടേഷൻ വിത്ത് ദ അഡീഷൻ ഓഫ് എ സ്ലാഷ് ഫോളോഡ് ബൈ ദ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ദ നെറ്റ്വർക്ക് പ്ലസ് സബ്നെറ്റ് പാർക്ക്. അപ്പോൾ പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നോർമലി അഡ്രസ്സ് എഴുതുന്നത് പോലെ തന്നെയാണ്. ഇറ്റ് ഈസ് ഓൾസോ റിട്ടേൺ ഇൻ ഡോട്ടഡ് ഡെസിമൽ നൊട്ടേഷനിൽ തന്നെ ആയിരിക്കും എഴുതുന്നത്. അതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു സ്ലാഷ് ഇട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്പർ ഓഫ് ബിറ്റ്സ്, നെറ്റ്വർക്കിലുള്ള നമ്പർ ഓഫ് ബിറ്റ്സും സബ്നെറ്റ് പാർട്ടും കൂടെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കും. ഫോർ ദ എക്സാമ്പിൾ ഓഫ് ഫിഗർ, ദ സബ്നെറ്റ് മാസ്ക് ക്യാൻ ബി റിട്ടേൺ ആസ് 255.255.252.0. അതിൻ്റെ കൂടെ ഒരു /22 കൂടെ വരും ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ദ സബ്നെറ്റ് മാസ്ക് ഈസ് 22 ബിറ്റ്സ് ലോങ്. സബ്നെറ്റ് മാസ്ക് 22 ബിറ്റ്സ് ലോങ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു /22 കൂടെ നമ്മളവിടെ കൊടുക്കും. അങ്ങനെയാണ് സബ്നെറ്റ് മാസ്കിനെ നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമ്മുടെ ഇൻറ്റേർണലി ഉള്ളതാണ് ഈ സബ്നെറ്റിംഗ്. പുറത്ത്, അതായത് ഔട്ട്സൈഡ് ദ നെറ്റ്വർക്ക്, സബ്നെറ്റിംഗ് ഈസ് നോട്ട് വിസിബിൾ. സോ അലോക്കേറ്റിംഗ് എ ന്യൂ സബ്നെറ്റ് ഡസ് നോട്ട് റിക്വയർ കോൺടാക്ടിങ് ICANN ഓർ ചേഞ്ചിങ് എനി എക്സ്റ്റേണൽ ഡാറ്റാബേസസ്. അപ്പോൾ ഒരു പുതിയ സബ്നെറ്റ് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അവിടെ നമ്മൾ ഈ ICANNൻ്റെ കാര്യമൊന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്ക് ഈ എക്സ്റ്റേണൽ ഡാറ്റാബേസ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഔട്ട്സൈഡ് ദ നെറ്റ്വർക്ക് സബ്നെറ്റിംഗ് ഈസ് നോട്ട് വിസിബിൾ. For example, the first subnet might use IP addresses starting at 130.50.4.1. അപ്പോൾ ഫസ്റ്റ് സബ്നെറ്റിൻ്റെ IP അഡ്രസ്സ് ഇതാണ്. ഇനി സെക്കൻഡ് സബ്നെറ്റിൻ്റെ IP അഡ്രസ്സ് എന്താണ്? 130.50.8.1. തേർഡ് സബ്നെറ്റ് ആണെങ്കിൽ 130.50.12.1. അപ്പോൾ ഓരോ സബ്നെറ്റിൻ്റെ IP അഡ്രസ്സ് ഇതായിരിക്കും. അങ്ങനെ പോകും. To see why the subnets are counting by force, note that the corresponding binary addresses are as follows. അപ്പോൾ ഓരോ സബ്നെറ്റിനും നോക്കിയേ, 130.50 എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, പക്ഷേ 4 വെച്ചിട്ടായിരിക്കും കൂടി പോകുന്നത്. കണ്ടില്ലേ, 4 അടുത്തതിന് 8 പിന്നെ 12. എന്തുകൊണ്ടാണ് ഈ 4 ഇങ്ങനെ കൗണ്ട് ചെയ്ത് പോകുന്നത് എന്നുള്ളതിൻ്റെ റീസണാണ് കൊടുത്തിരിക്കുന്നത്. that the corresponding binary addresses are as follows. അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി അഡ്രസ്സസ് ഇങ്ങനെ ആയിരിക്കും. 130യുടെ കറസ്പോണ്ടിങ് ബൈനറി അഡ്രസ്സ് 1000010. അതുപോലെ 50യുടേത്, ദെൻ 4ൻ്റെത്. സബ്നെറ്റ് 1ൻ്റെ കാര്യത്തിൽ നോക്കുക, ഇവിടെ നമ്മുടെ ആ ഒരു ബാർ, ആ വെർട്ടിക്കൽ ബാർ എന്ന് പറയുന്നത് സബ്നെറ്റ് നമ്പറും ഹോസ്റ്റ് നമ്പറും തമ്മിലുള്ള ആ ഒരു ബൗണ്ടറിയാണ് കാണിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ 4 വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു റെഡിങ്ങിൽ എഴുതിയിരിക്കുന്ന നമ്പർ നോക്കിയാൽ 100 എന്ന് പറയുമ്പോഴത്തേക്കും 4 ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഏതായിരിക്കും? 1000. ദാറ്റ് വിൽ ഡിനോട്ട് വിച്ച് ബൈനറി അഡ്രസ്സ് ഇങ്ങനെ ആയിരിക്കും. അതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ എത്രയായിരിക്കും? 8 ആയിരിക്കും. അതുപോലെ 1100 വരുമ്പോഴത്തേക്കും 12 ആയിരിക്കും. അതാണ് അവിടെ 4 വെച്ച് കൗണ്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓരോ നെറ്റ്വർക്കിനും, അതായത് ഓരോ സബ്നെറ്റിലെയും റൗട്ടേഴ്സിന് എന്തുണ്ടായിരിക്കും? ഒരു ടേബിൾ ഉണ്ടായിരിക്കും. ഈച്ച് റൗട്ടർ ഹാസ് എ ടേബിൾ ലിസ്റ്റിംഗ് സം നമ്പർ ഓഫ് നെറ്റ്വർക്ക് 0 IP അഡ്രസ്സസ് ആൻഡ് സം നമ്പർ ഓഫ് ദിസ് നെറ്റ്വർക്ക് ഹോസ്റ്റ് IP അഡ്രസ്സ്. അപ്പോൾ ടേബിളിൽ എന്തൊക്കെ കാണും? നെറ്റ്വർക്ക് 0 IP അഡ്രസ്സും കാണും, അതുപോലെ ദിസ് നെറ്റ്വർക്ക് ഹോസ്റ്റ് IP അഡ്രസ്സും കാണും. നെറ്റ്വർക്ക് 0 IP അഡ്രസ് tells how to get to distant network. How to get distant network will be set from
get from network 0 IP addresses, and this network host tells how to get to local hostil എങ്ങനെയാണ് എന്നുള്ളത് ദിസ് നെറ്റ്വർക്ക് ഹോസ്റ്റ് IP അഡ്രസ് പാർട്ടായിരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത്. ആൻഡ് അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ടേബിൾ ഈസ് ദ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ടു യൂസ് ടു റീച്ച് ദ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഓരോ ടേബിളിലും നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ഉണ്ടായിരിക്കും. എങ്ങനെ നമുക്ക് ഡെസ്റ്റിനേഷനിൽ എത്തണം എന്നുള്ളത് പറഞ്ഞു തരാനായിട്ട് നമുക്ക് എന്തുണ്ടായിരിക്കും, നെറ്റ്വർക്ക് ഇൻ്റർഫേസും ഉണ്ടായിരിക്കും. when an IP packet arrives, its destination address is looked up in the റൗട്ടിംഗ് ടേബിൾ. അപ്പോൾ ഒരു IP പാക്കറ്റ് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഏതാണെന്നുള്ളത് നമ്മൾ ഈ റൗട്ടിംഗ് ടേബിളിൽ നിന്ന് നോക്കി കണ്ടുപിടിക്കും. ഇഫ് ദ പാക്കറ്റ് ഈസ് ഫോർ എ ഡിസ്റ്റൻറ്റ് നെറ്റ്വർക്ക്, അപ്പം ഒരു ഡിസ്റ്റൻറ്റ് നെറ്റ്വർക്കിനാണ് ഈ പാക്കറ്റ് നമുക്ക് കൊടുക്കേണ്ടത് എങ്കിൽ ഇറ്റ് ഈസ് ഫോർവേഡഡ് ടു ദ നെക്സ്റ്റ് റൂട്ടർ ഓൺ ദ ഇൻ്റർഫേസ് ഗിവൺ ഇൻ ദ ടേബിൾ. അപ്പോൾ ഈ ഡിസ്റ്റൻറ്റ് നെറ്റ്വർക്കിലാണ് നമുക്ക് ഈ പാക്കറ്റ് കൊടുക്കേണ്ടത്. അതിൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഡിസ്റ്റൻറ്റ് നെറ്റ്വർക്ക് ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അടുത്ത റൗട്ടറിലോട്ട് ഈ പാക്കറ്റിനെ ഫോർവേഡ് ചെയ്യും ഓൺ ദ ഇൻ്റർഫേസ് ഗിവൺ ദ ടേബിൾ. അപ്പോൾ ഈ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ടേബിൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇൻ്റർഫേസ് അതായത് അടുത്ത റൗട്ടറിലോട്ട് നമ്മൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കും. If the packet is for a distant network, it is forwarded to the next router on the interface given in the table. അപ്പോൾ നമ്മുടെ ടേബിളിൽ എന്തുണ്ടായിരിക്കും, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പാക്കറ്റ് ഡിസ്റ്റൻറ്റ് നെറ്റ്വർക്കിലോട്ടാണ് പോവേണ്ടതെങ്കിൽ ഇറ്റ് വിൽ ബി ഫോർവേഡഡ് ടു ദ നെക്സ്റ്റ് റൂട്ടർ ഓൺ ദ ഇൻ്റർഫേസ് ഗിവൺ ഇൻ ദ ടേബിൾ. ഇറ്റ് വിൽ ബി ഫോർവേഡ് ടു നെക്സ്റ്റ് റൗട്ടർ. ഇഫ് ഇറ്റ് ഈസ് എ ലോക്കൽ ഹോസ്റ്റ്, ഇപ്പോൾ ഡിസ്റ്റൻറ്റ് നെറ്റ്വർക്ക് അല്ല, ലോക്കൽ ഹോസ്റ്റ് ആണ്, അപ്പോൾ ഈ റൂട്ടറിൻ്റെ ലാനിൽ തന്നെയാണ്. എക്സാമ്പിൾ ഓൺ ദ റൂട്ടേഴ്സ് ലാൻ ഇറ്റ് ഈസ് സെൻഡ് ഡയറക്ട്ലി ടു ദ ഡെസ്റ്റിനേഷൻ. എന്ത് ചെയ്യും, അത് ഡയറക്റ്റായിട്ട് ഡെസ്റ്റിനേഷനിലേക്ക് സെൻഡ് ചെയ്യും. ഇഫ് ദ നെറ്റ്വർക്ക് ഈസ് നോട്ട് പ്രസൻറ്റ്, ദ പാക്കറ്റ് ഈസ് ഫോർവേഡഡ് ടു എ ഡിഫോൾട്ട് റൂട്ടർ വിത്ത് മോർ എക്സ്റ്റെൻസീവ് ടേബിൾസ്. അപ്പം നെറ്റ്വർക്ക് ഇല്ല എങ്കിൽ അപ്പം എന്ത് ചെയ്യും, ഈ പാക്കറ്റ് എങ്ങോട്ട്, ഒരു ഡിഫോൾട്ട് റൂട്ടറിലോട്ട് ഫോർവേഡ് ചെയ്യും. ആ ഡിഫോൾട്ട് റൂട്ടറിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, ഇറ്റ് ഹാസ് മോർ എക്സ്റ്റെൻസീവ് ടേബിൾസ് ഉണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും, നെറ്റ്വർക്ക് ഇൻ്റർഫേസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ലോക്കൽ ഹൗസിലാണെങ്കിൽ അത് വേറൊന്നും നോക്കത്തില്ല, ഡയറക്റ്റ്ലി ഡെസ്റ്റിനേഷനിലോട്ടേ സെൻഡ് ചെയ്യത്തുള്ളൂ. അതല്ല ഡിസ്റ്റൻറ്റ് ഹോസ്റ്റാണ്, അതായത് അതിൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻറ്റ് നെറ്റ്വർക്ക് ആണെങ്കിൽ എന്ത് ചെയ്യും, അടുത്ത റൂട്ടറിലോട്ട് സെൻഡ് ചെയ്യും. അടുത്ത റൂട്ടറിലോട്ട് സെൻഡ് ചെയ്തിട്ട് എന്താണ്, ആ ടേബിൾ നോക്കി അടുത്ത റൂട്ടറിലോട്ട് സെൻഡ് ചെയ്യും. ഇപ്പോൾ നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, പാക്കറ്റ് വിൽ ബി ഫോർവേഡഡ് ടു എ ഡിഫോൾട്ട് റൂട്ടർ, ഒരു ഡിഫോൾട്ട് റൂട്ടറിലോട്ട് സെൻഡ് ചെയ്യും. ആ ഡിഫോൾട്ട് റൂട്ടറിന് എക്സ്റ്റെൻസീവ് ടേബിൾസ് ഒക്കെ ഉണ്ടായിരിക്കും, അതായത് ടേബിൾസ് വിത്ത് മോർ എൻട്രീസ് വിൽ ബി ദെയർ. This algorithm means that each router only has to keep track of other networks and local hosts, not network host pairs. അപ്പോൾ ദിസ് അൽഗോരിതം, അതായത് ഓരോ റൗട്ടറിനും അതർ നെറ്റ്വർക്ക്സിനെ കുറിച്ചും ലോക്കൽ ഹോസ്റ്റിനെ കുറിച്ചും മാത്രം ട്രാക്ക് കീപ്പ് ചെയ്താൽ മതി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ this algorithm means that each router only has to keep track of other networks and local hosts. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ റൗട്ടറിനും എന്തിനെക്കുറിച്ച് ഉണ്ടായിരിക്കണം, ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം, ബാക്കി നെറ്റ്വർക്ക്സിനെയും ലോക്കൽ ഹോസ്റ്റിനെയും കുറിച്ച് ഇൻഫർമേഷൻ കീപ്പ് ചെയ്തിരിക്കണം. ദേ ഷുഡ് കീപ് ട്രാക്ക് അബൌട്ട് വാട്ട് അതർ നെറ്റ്വർക്ക്സ് ആൻഡ് ലോക്കൽ ഹോസ്റ്റ്. ദിസ് ഗ്രേറ്റ്ലി റെഡ്യൂസിങ് ദ സൈസ് ഓഫ് ദ റൗട്ടിംഗ് ടേബിൾ. അപ്പോൾ നമുക്ക് റൗട്ടിംഗ് ടേബിളിൻ്റെ സൈസ് കുറയ്ക്കാൻ പറ്റും. വെൻ സബ്നെറ്റിംഗ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്, ദ റൗട്ടിംഗ് ടേബിൾസ് ആർ ചേഞ്ച്ഡ്, ആഡിങ് എൻട്രീസ് ഓഫ് ദ ഫോം ദിസ് നെറ്റ്വർക്ക് സബ്നെറ്റ് 0 ആൻഡ് ദിസ് നെറ്റ്വർക്ക് ദിസ് സബ്നെറ്റ് ഹോസ്റ്റ്. അപ്പോൾ സബ്നെറ്റിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ റൗട്ടിംഗ് ടേബിൾ അപ്ഡേറ്റ് ആവും. എങ്ങനെയാണ് അപ്ഡേറ്റ് ആവുന്നത്, നമ്മൾ അതായത് എൻട്രീസ് വേറൊരു ഫോമിൽ ആഡ് ചെയ്ത് കൊടുക്കും. അതായത് ദിസ് നെറ്റ്വർക്ക് സബ്നെറ്റ് 0 ആൻഡ് ഓൾസോ ദിസ് നെറ്റ്വർക്ക് ദിസ് സബ്നെറ്റ് ഹോസ്റ്റ് എന്നുള്ള ഫോമിലായിരിക്കും എൻട്രീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് ദസ് എ റൗട്ടർ ഓൺ സബ്നെറ്റ് K knows how to get to all the other subnets and also how to get to all the hosts on സബ്നെറ്റ് K. അങ്ങനെ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോമിൽ എൻട്രീസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒരു റൗട്ടർ, അതായത് സബ്നെറ്റ് Kയിലുള്ള ഒരു റൗട്ടറിന് അറിയാൻ പറ്റും എങ്ങനെ ബാക്കി സബ്നെറ്റിലോട്ട് പോകാം, അല്ലെങ്കിൽ എങ്ങനെ ബാക്കി ഹോസ്റ്റ്, അതായത് സബ്നെറ്റ് Kയിലുള്ള ബാക്കി ഹോസ്റ്റിലേക്ക് പോകാം എന്നുള്ളത് ഓരോ റൗട്ടറിനും മനസ്സിലാവും.
ഓക്കെ. ഇറ്റ് ഡസ് നോട്ട് ഹാവ് ടു നോ ദ ഡീറ്റെയിൽസ് അബൌട്ട് ഹോസ്റ്റ് ഓൺ അതർ സബ്നെറ്റ്സ്. അപ്പോൾ ബാക്കി ബാക്കി സബ്നെറ്റിലുള്ള ഹോസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും ഇവിടെ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് സബ്നെറ്റിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ടേബിളിൻ്റെ ഫോമേ മാറും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും ഏത് സബ്നെറ്റിലേക്ക്, അതായത് ബാക്കി സബ്നെറ്റിലേക്ക് എങ്ങനെ പോകാം, അല്ലെങ്കിൽ പോട്ടെ ബാക്കി സബ്നെറ്റിലുള്ള ഹോസ്റ്റിലേക്ക് എങ്ങനെ പോകാം, റീച്ച് ചെയ്യാം എന്നുള്ളത് വേഗം മനസ്സിലാവും. All that needs to be changed is to have each router do a boolean AND with the network subnet mask to get rid of the host number and look up the resulting address in its table after determining which network class it is. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പാക്കറ്റ് അഡ്രസ്സ് ഉണ്ട് ആൻഡ് ഇറ്റ് വിൽ ബി ആൻഡ് ദർ ഇസ് എ സബ്നെറ്റ് മാസ്ക്. ഒരു പാക്കറ്റ് അഡ്രസ്സും ഉണ്ട് സബ്നെറ്റ് മാസ്കും ഉണ്ടെങ്കിൽ പുതിയ അഡ്രസ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് വെച്ചാൽ നമ്മളവിടെ ബൂളിയൻ ആൻഡ് ഓപ്പറേഷൻ ചെയ്യും. ഓരോ റൗട്ടറിലും നമ്മളവിടെ ബൂളിയൻ ആൻഡ് ഓപ്പറേഷൻ ചെയ്യും. അങ്ങനെ നമുക്ക് പുതിയ അഡ്രസ്സ് കിട്ടും. അതാണ് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ പാക്കറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ റൗട്ടറിൽ വരുന്ന പാക്കറ്റ് അഡ്രസ്സ് എക്സാമ്പിൾ 130.50.15.6 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ പാക്കറ്റ് അഡ്രസ്സ് അറൈവിങ് അറ്റ് ദ മെയിൻ റൂട്ടർ ആൻഡ് ഈസ് ആൻഡഡ് വിത്ത് ദ സബ്നെറ്റ് മാസ്ക്. അതിന് സബ്നെറ്റ് മാസ്ക് ഏത് സബ്നെറ്റ്, ഈ തന്നിരിക്കുന്ന സബ്നെറ്റ് മാസ്ക് വെച്ചിട്ട് നമ്മൾ ആൻഡ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് പുതിയ അഡ്രസ്സ് കിട്ടും. ആൻഡ് ദിസ് അഡ്രസ് ഈസ് ലുക്ക്ഡ് അപ്പ് ഇൻ ദ റൗട്ടിംഗ് ടേബിൾ ടു ഫൈൻഡ് ഔട്ട് വിച്ച് ഔട്ട്പുട്ട് ലൈൻ ടു യൂസ് ടു ഗെറ്റ് ഇറ്റ് ടു ദ റൗട്ടർ ഫോർ സബ്നെറ്റ് 3. അടുത്ത സബ്നെറ്റ്, അതായത് നമ്മളിനി ഈ കിട്ടിയ അഡ്രസ്സ് നമ്മുടെ റൗട്ടറിലുള്ള ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിളിൽ നോക്കി കണ്ടുപിടിക്കും ഏത് ഔട്ട്പുട്ട് ലൈനിലാണ് അടുത്ത സബ്നെറ്റ് കിട്ടാനായിട്ട്, ഏത് ഔട്ട്പുട്ട് ലൈനിലോട്ടാണ് ഈ അഡ്രസ്സ് കറസ്പോണ്ടിങ് ടു വിച്ച് ഔട്ട്പുട്ട് ലൈൻ വിൽ ബി ഗെറ്റ് ഫ്രം ദ റൗട്ടിംഗ് ടേബിൾ. This address is looked up in the routing table to find out which output line to use to get to the router for subnet 3. അടുത്ത സബ്നെറ്റ് കിട്ടാനായിട്ട് ഏത് ഔട്ട്പുട്ട് ലൈനിലോട്ടാണ് ഈ അഡ്രസ്സ് അഡ്രസ്സ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ആ റൗട്ടിംഗ് ടേബിളിൽ നിന്ന് കിട്ടും. ആൻഡ് സബ്നെറ്റിംഗ് ദസ് റെഡ്യൂസസ് router table space by creating a 3-level hierarchy consisting of network, subnet and host. അപ്പോൾ സബ്നെറ്റിങ് അങ്ങനെയും നമുക്ക് റൗട്ടർ ടേബിൾ സ്പേസിന് റെഡ്യൂസ് ചെയ്യും. ഇറ്റ് വിൽ ക്രിയേറ്റ് എ 3-level ഹൈറാർക്കി. അപ്പോൾ അതിൽ എന്തൊക്കെ കാണും? നെറ്റ്വർക്ക് കാണും, സബ്നെറ്റ് കാണും, ഹോസ്റ്റ് കാണും. അപ്പോൾ ഇതാണ് സബ്നെറ്റിംഗ് എന്ന് പറയുന്നത്. സബ്നെറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് ആണിത്.